അവരുടെ വാദമുഖങ്ങളെ മുഖവിലക്കെടുക്കാതെ അല്ലെങ്കിൽ അതിനെ നിരർത്ഥകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത്തോളി സ്വദേശിയായ സഫീർ സാഹിബിനും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് വീണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന RSSൻ്റെ പോഷക സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ അന്വേഷണ ഏജൻസിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വഖഫ് ഭൂമികൾ കയ്യേറ്റില് എളുപ്പത്തിൽ നടപ്പിലാക്കി കളയാമെന്ന വ്യാമോഹവുമായി RSSും സംഘപരിവാരവും മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശിലെ, പശ്ചിമ ബംഗാളിലെ, കർണാടകയിലെ, തമിഴ്നാട്ടിലെ, തെലുങ്കാനയിലെ വേണ്ട ഇന്ത്യയിലെ ഏതാണ്ടെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം കൊടുത്തു. വളരെ എളുപ്പത്തിൽ ചുട്ടെടുക്കാമെന്നും ആളുകളെ ഭയപ്പെടുത്താമെന്നും ജയിലും തടവറയും കാണിച്ച് ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കാമെന്നും കരുതിയ സംഘപരിവാരത്തിന് കിട്ടിയ തലയ്ക്കുള്ള കൊട്ടായിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ചിട്ടുള്ള ആ പ്രതിഷേധങ്ങൾ. ആ വഖഫ് പ്രതിഷേധങ്ങളുടെ പേരിലാണ്, അല്ലെങ്കിൽ വഖഫ് ബില്ല് ചുട്ടെടുത്തുകൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിംകളുടെ സ്വത്ത് കയ്യേറാമെന്നും ഈ സമൂഹത്തിൻ്റെ വേറെടുക്കാമെന്നും കരുതിയ RSSൻ്റെ തിട്ടൂരങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ജനകീയമായ താക്കീതാണ് ഇന്ത്യയിലെ ഏതാണ്ടെല്ലാ സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിഷേധങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധങ്ങൾ കുറിക്കുകൊണ്ടു എന്നാണ് ഈ അറസ്റ്റിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇത്തരത്തിലുള്ള ഉമ്മാക്കികൾ കാണിച്ചുകൊണ്ട്, ജയിൽ കാണിച്ചുകൊണ്ട്, അറസ്റ്റ് കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ കുതന്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് നിശബ്ദമാക്കാമെന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ RSSകാരന് പറഞ്ഞിട്ടുള്ള ചെരുപ്പിളക്കലും കാലിൽ പിടിക്കലും മാപ്പ് പറയലും നിങ്ങളുടെ നേതാക്കന്മാർക്കും നിങ്ങളുടെ ഷൂ വർക്കർമാർക്കും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തം നൽകിയിട്ടുള്ള, ജീവൻ നൽകിയിട്ടുള്ള ഈ സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ, ഇന്ത്യയിലെ പൗരബോധമുള്ള പൗരന്മാരുടെ പിൻഗാമികളായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർക്ക് പറഞ്ഞിട്ടില്ല എന്ന് എല്ലാ RSS തമ്പുരാക്കന്മാരെയും ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏതൊക്കെ തന്നെ ജയിലുകൾ നിങ്ങൾ കാണിച്ചാലും ഒരു വഖഫ് ഭൂമിയും തൊടുവാൻ, ഒരു വഖഫ് ഭൂമിയിലേക്ക് കാലെടുത്തു വെക്കുവാൻ RSSകാരനെയും SDPIയുടെ ഒരു പ്രവർത്തകനില്ലാത്തോളം കാലം ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രം വായിച്ച് പഠിക്കുന്നത് RSSകാരന് നല്ലതാണ് എന്നാണ്. ഞങ്ങൾക്കൊണ്ടിപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പഠിക്കണം. നിങ്ങൾ 1921 ചരിത്രം പഠിക്കണം. എന്നിട്ട് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ആലി മുസ്ലിയാരുടെയും, അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാരുടെയും, അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലിയുടെയും പിന്മുറക്കാരായ ഈ സമൂഹത്തിന് നേരെ നിങ്ങൾ ഇത്തരത്തിലുള്ള അറസ്റ്റും ജയിലും ഡാത്തിയും ഭീഷണിയുമായി വരുമ്പോൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട്, ഏതൊക്കെ തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഭരണകൂടം ഞങ്ങൾക്ക് നേരെ പ്രയോഗിച്ചാലും നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഞങ്ങളുടെ അവസാനത്തെ പ്രവർത്തകനും മരിച്ചു വീഴുന്നതുവരെ ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വകുപ്പുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കായിരുന്നു.